എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഗുരുവായൂർ അമ്പലത്തിലെ ആറാട്ടായിരുന്നു. ആറാട്ടായിരുന്നു അല്ല, ആറാട്ടാണ്. ആറാട്ട് കഴിഞ്ഞിട്ടില്ല. അപ്പോ ഇന്നലെ പള്ളിവേട്ട കഴിഞ്ഞ് ഭഗവാൻ പള്ളിയോർക്കൊക്കെ കഴിഞ്ഞ് ഇന്ന് വെളുപ്പിന് 5 മണിക്കാണ് പള്ളിയോർക്കത്തിൽ നിന്ന് എണീപ്പിക്കുക. അത് നമ്മുടെ ഗോശാലയിലുള്ള പത്മിനിക്കുട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുഞ്ഞു പശുക്കുട്ടിയാണ് ഇന്ന് ഭഗവാനെ ഉണർത്തിയത്. ആ ഉണർത്ത് ചടങ്ങുകളും പിന്നെ ഭഗവാന്റെ കുളിയും എല്ലാം അത് ഈ ഒരു വീഡിയോയില് കംപ്ലീറ്റ് ആവില്ല. അല്ലാന്ന് വെച്ചാൽ ഞാൻ അതും കൂടിയും ഉൾപ്പെടുത്തി അത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഭയങ്കര രസമാണ് കേട്ട് കഴിഞ്ഞാൽ. നമുക്ക് എന്തൊരു സുഖാന്നറിയോ. അത് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ഭഗവാനെ കണ്ണാടിയൊക്കെ കാണിച്ചു കൊടുക്കും കേട്ടോ, ഭംഗിയുണ്ടോന്ന് കാണാൻ വേണ്ടിയിട്ട്. അതൊക്കെ കഴിഞ്ഞ് ശ്രീലകത്തേക്ക് എഴുന്നള്ളിച്ച് പിന്നെ ഇന്നത്തെ ദിവസം പന്തീരടി പൂജ മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നുവെച്ചാൽ ഓൾറെഡി ലേറ്റ് ആയല്ലോ എല്ലാം. പന്തീരടി പൂജ കഴിഞ്ഞ് ഭഗവാനെ ഇന്ന് പഴുക്കാമണ്ഡപത്തിൽ ഇന്നും നമുക്ക് തൊഴാൻ പറ്റും. അപ്പോ എല്ലാ ദിവസവും സ്വർണ്ണ തിടമ്പാണ് എഴുന്നള്ളിക്കുക പഴുക്കാമണ്ഡപത്തിലേക്ക്. പക്ഷെ പൊന്ന് ഇങ്ങനെ തിളങ്ങുന്ന തിടമ്പാണ് എഴുന്നള്ളിക്കുക. പക്ഷെ ഇന്ന് മാത്രം പഞ്ചലോഹ കൊണ്ടുള്ള തിടമ്പാണ് എഴുന്നള്ളിക്കുക. അത് ഈ ആറാട്ടിന്റെ അന്ന് മാത്രം എഴുന്നള്ളിക്കാനുള്ള ഒരു തിടമ്പാണ്. അത് ഇന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോ തിടമ്പ് എഴുന്നള്ളിച്ചു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് 2 മണിക്കൂർ ഇതേപോലെ ലൈനൊക്കെ നിന്നിട്ട് തൊഴാം. അത് കഴിഞ്ഞിട്ട് ഭഗവാൻ ആസ് യൂഷ്വൽ ഇന്നലത്തെ പോലെ തന്നെ എന്താ പറയാ ഗ്രാമപ്രദക്ഷിണമൊക്കെ ഉണ്ട്. ഗ്രാമപ്രദക്ഷിണമൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ ആറാട്ട് ചടങ്ങുകളായി. ആറാടാൻ വേണ്ടി രുദ്രതീർത്ഥകുളത്തില് ഭഗവാൻ ഒരു പടവുണ്ടല്ലോ, ആ പടവില് ചുമന്ന ലൈറ്റും ഉണ്ടാവും പച്ച ലൈറ്റും ഉണ്ടാവും. ചുമപ്പുണ്ടാവും പച്ചയുണ്ടാവും. അപ്പൊ ഭക്തര് മുഴുവനും അവിടെ നിൽക്കുന്നുണ്ടാവും. എന്ന് വെച്ചാൽ ഭഗവാൻ ആറാടി കുളത്തിലൊന്ന് മുങ്ങാൻ വേണ്ടിയിട്ട് ഭക്തര് നല്ല തിരക്കായിരിക്കും. അപ്പോ മഞ്ഞളിന്റെ അഭിഷേകമുണ്ട്, കിട്ടയുടെ കരിക്കഭിഷേകമുണ്ട്. ഈ കിട്ടയുടെ കരിക്കുമായിട്ട് ഭഗവാൻ ഒരു ഐതിഹ്യമുണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യാം. ഇതെല്ലാം കൂടി ആവുമ്പോഴേ വല്ലാണ്ട് ലെങ്തി ആവും വീഡിയോ, അതുകൊണ്ടാണ് ഇപ്പൊ പറയാത്തത്. അപ്പൊ ഈ കിട്ടയുടെ കരിക്കഭിഷേകം എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാല് ഭഗവാൻ ആറാടും. ആറാടുമ്പോ ഈ ചുമന്ന ലൈറ്റാണ് കത്തണേന്നുണ്ടെങ്കിൽ നമ്മള് മുങ്ങാൻ പാടില്ല, മുങ്ങി അശുദ്ധാകാൻ പാടില്ല. പച്ച ലൈറ്റ് കത്തി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് നമ്മൾക്ക് എല്ലാവർക്കും ഇറങ്ങി ഭഗവാൻ ആറാടിയ വെള്ളത്തില് നമുക്ക് കുളിച്ചു കയറാം. അപ്പൊ ഈ ആറാട്ട് കഴിഞ്ഞു കഴിഞ്ഞാല് ഭഗവാൻ എടത്തിരുത്തിക്കാവ് ഭഗവതി അമ്മയുടെ അമ്പലത്തില് ആണ് ഇന്നത്തെ ഉച്ചപൂജ. ഭഗവാന്റെയും ഭഗവതി അമ്മയുടെയും ഉച്ചപൂജ ഇന്ന് അവിടെയാണ്. അപ്പൊ നമ്മൾ ഉച്ചപൂജ എന്ന് കേൾക്കുമ്പോ നമ്മൾ വിചാരിക്കും ഉച്ചയ്ക്കായിരിക്കുമല്ലോ പൂജ. അല്ല, ഇന്നെല്ലാം ലാഗ് ചെയ്തിട്ടാ വന്നേക്കണേ. ഇന്ന് നിർമ്മാല്യൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. 5 മണിക്കല്ലേ ഭഗവാൻ പള്ളി ഉണർന്നിട്ടുള്ളൂ. അപ്പൊ എല്ലാം പതുക്കെയായിട്ടുള്ളൂ. അപ്പൊ ഈ ഉച്ചപൂജ എന്ന് പറയുന്നത് എപ്പോഴാന്നറിയോ? രാത്രി ഒരു 10 മണി, അപ്രോക്സിമേറ്റ് ഒരു 10, 10:30, 10:15 കഴിയും. ആ സമയത്തായിരിക്കും. എന്നുവെച്ചാൽ എല്ലാ ചടങ്ങുകളും കഴിഞ്ഞ് ഇവിടുന്ന് അനപ്പുറത്ത് കയറി അവിടെ പോയിട്ട് ഉച്ചപൂജ ചെയ്യണ്ടേ. അപ്പൊ ഭഗവതി അമ്മ ഇന്ന് ഭഗവാൻ വരുന്നത് വരെ ഉച്ചപൂജയ്ക്ക് വേണ്ടി അവിടെ കാത്തിരിക്കും. അത് കഴിഞ്ഞിട്ട് ഭഗവാൻ തിരിച്ച് ഗുരുവായൂർ അമ്പലത്തിലേക്ക് വരും. അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ രസം 11 പ്രദക്ഷിണാണ് ഇന്ന്. 11 പ്രദക്ഷിണം എന്ന് പറയുമ്പോ ഈ ഭക്തര് മുഴുവനും, പ്രത്യേകിച്ച് ചെറുപ്പക്കാരെല്ലാവരും ഈ ഭഗവാന്റെ ആനപ്പുറത്ത് എഴുന്നള്ളിച്ച് ഭഗവാന്റെ ഒപ്പം തന്നെ മുമ്പിലും പിമ്പിലും ആയിട്ട് ഇങ്ങനെ ഓടും. ഓടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹരേ രാമ ചൊല്ലി, നാരായണ ചൊല്ലി, നാമജപങ്ങൾ ചൊല്ലി ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. അപ്പൊ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ ആനപ്പുറത്ത് ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിക്കൂത്രേ, എന്റെ ഭക്തർ എന്റെ ഒപ്പം ഓടണു എന്ന് പറഞ്ഞിട്ട്. അത് ശരിക്കും ഇങ്ങനെ പൊട്ടിച്ചിരിച്ച് പോണ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന പറയണത്. അതൊരു ഭക്തി കൊണ്ട് നമുക്ക് തോന്നുന്നത് ആയിരിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പൊ ഭഗവാനും ഇങ്ങനെ ഭയങ്കരമായിട്ട് സന്തോഷിക്കും ഇത്ര നമ്മുടെ ഈ എല്ലാവരും ഓട്ടവും. അതിന്റെ ഒപ്പം തന്നെ ഭഗവാനും ഓടും എന്നാ പറയണേ. അത് അങ്ങനെ 11 പ്രദക്ഷിണം കഴിഞ്ഞു കഴിഞ്ഞാല് കൊടി ഇറങ്ങും. അപ്പൊ 28-ാം തീയതി, ഫെബ്രുവരി 28-ാം തീയതി തന്നെ കൊടിയേറ്റുണ്ടായിരുന്നേ. ഇന്ന് ഇറങ്ങും. കൊടി ഇറങ്ങുമ്പോ എല്ലാവരും എന്താ വെച്ചാൽ കൊടിയേറ്റം കണ്ടു കഴിഞ്ഞാൽ കൊടിയിറക്കവും കാണണം എന്നാ പറയാ. കൊടിയേറ്റത്തിന് നമ്മൾ ഉണ്ടായി കഴിഞ്ഞാൽ കൊടിയിറങ്ങുമ്പോഴും നമ്മൾ അവിടെ ഉണ്ടാവണമെന്ന അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോ കൊടിയിറക്കമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര വിഷമാവും. എന്ന് വെച്ചാൽ ഇനി ഒരു കൊല്ലം കാത്തിരിക്കണ്ടേ നമ്മള് ഉത്സവം കാണാൻ.
എന്നുള്ള ഒരു വിഷമം. എല്ലാ അമ്പലത്തിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മള് ഉത്സവം കഴിഞ്ഞ് പിറ്റേ ദിവസം ഒന്ന് ഏതൊരു അമ്പലത്തിലും ചെന്നാലും നമുക്ക് ഭയങ്കര എം ടി ആയിട്ട് ഫീൽ ചെയ്യും. അത്രയും ദിവസം തിക്കും തിരക്കും ആഘോഷങ്ങളും എല്ലാമായിട്ട് കണ്ടിട്ട് നമുക്ക് പെട്ടെന്ന് എല്ലാം ഇങ്ങനെ ശാന്തമായിട്ട് കാണുമ്പോൾ നമുക്കൊരു വിഷമാണ്. എന്നാലും കുഴപ്പമില്ല, ഒരു കൊല്ലം കാത്തിരിക്കാം. ഈ വർഷം ഉണ്ടായ ഉത്സവത്തിനേലും ബഹുകയമായിട്ട് തന്നെ അടുത്ത വർഷത്തെ ഉത്സവം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. എന്നാലേ നമുക്ക് സന്തോഷിക്കാമല്ലോ, ഭഗവാന്റെ ഉത്സവം വരെ കാത്തിരിക്കാൻ. നല്ലത് ഈ 10 ദിവസം ഉടുക്കാനുള്ള ഡ്രസ്സ്, അതായത് സാരികളും ഭഗവാനെ എപ്പോഴും ഇഷ്ടാത്രേ. സ്ത്രീകളും കുട്ടികളും നല്ല ഭംഗിയായിട്ട് ഒരുങ്ങി ഭഗവാനെ ചെന്ന് കാണുന്നത് ഇഷ്ടമാണെന്ന ഞാൻ അവിടെ ചെന്നപ്പോ ഈ ഓരോ കഥകളും ഞാൻ ഓരോരുത്തരുടെ നിന്നും കേട്ടറിയണതാണ്, ചോദിച്ച് കേട്ടറിഞ്ഞു വെക്കും ഇപ്പോഴായി പിന്നെ. അപ്പോ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ പൂക്കള് നമ്മളെല്ലാവരും കൃഷ്ണന്റെ അമ്പലത്തിൽ പൂക്കള് പറിച്ച് എല്ലാം ഭഗവാന് കൊണ്ടു കൊടുക്കും. ആക്ച്വലി സ്ത്രീകള് പൂക്കൾ വെച്ച് കാണുന്നതും കുട്ടികൾ വെച്ച് കാണുന്നതും ഒരുങ്ങി നടക്കുന്നതും ഭഗവാന് ഭയങ്കര ഇഷ്ടമാന്നാ പറയുന്നത്. അപ്പോ എല്ലാവർക്കും അടുത്ത വർഷം വരെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഉത്സവം വരാൻ വേണ്ടിയിട്ട്. Then okay, bye.